കൃപ, ഓ അതെ എൻ്റെ റെസ്യൂമെ റിജക്റ്റായി. നമുക്കിപ്പോൾ എ വെച്ചിട്ടൊക്കെ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ അത്ര ലാംഗ്വേജ് ഒന്നും വലിയ ഓക്കെ അല്ല. അപ്പോൾ അത് എത്രത്തോളം പോസിബിളാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്? എടാ, റെസ്യൂമെ നമുക്ക് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അതായത് ഈ ഇല്ലേ, അത് നമുക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഉപയോഗിക്കാം, എൻ്റെ വീട്ടിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം. ഇനി സാധാരണ ജോലിക്കാർക്കാണെങ്കിൽ അവർക്കും അത് ഉപയോഗിക്കാം. നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് തന്നെ വേണമെന്നില്ല. അപ്പോൾ പലരും വിചാരിക്കും IT കമ്പനിക്കാർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ ജെമിനി അല്ലെങ്കിൽ ChatGPT പോലുള്ള AI ടൂളുകൾ ഉപയോഗിക്കുന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പം നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ തന്നെ കൊടുക്കാം. ഇപ്പം നിനക്ക് റെസ്യൂമേ അല്ലേ വേണ്ട, അപ്പോൾ എൻ്റെ കയ്യിലൊരു പ്രോംപ്റ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ നീ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല പ്രോംപ്റ്റ് ആയിരിക്കണം. എന്താണ് നിനക്ക് വേണ്ടത് ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു നല്ല പ്രോംപ്റ്റ് നീ സെറ്റ് ചെയ്യണം. എന്നിട്ടത് കൊടുക്കണം. ഇപ്പം ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒരു പ്രോംപ്റ്റ് ഞാൻ നിനക്ക് കാണിച്ചിട്ട് എങ്ങനെ ഒരു റെസ്യൂമേ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ജേർണലിസ്റ്റ് ആയതുകൊണ്ട് അപ്പം ഞാൻ അത് വെച്ചിട്ടൊരു റെസ്യൂമെയാണ് നോക്കുന്നത്. അപ്പം ഞാനിവിടെ കൊടുക്കുക, ഞാനൊരു ജേർണലിസം ജോലിക്ക് വേണ്ടിയുള്ള ഒരു പ്രൊഫഷണൽ റെസ്യൂമെയാണ് തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നത്, എന്നെ ഇതിൽ സഹായിക്കാമോ എന്നാണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത്. അപ്പം എന്നിട്ട് താഴെ നമ്മുടെ CV-ക്ക് വേണ്ടത് ആദ്യം നമ്മുടെ വിവരങ്ങളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ വ്യക്തിഗത വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം എൻ്റെ പേര് കൃപ എന്നായതുകൊണ്ട് ഞാൻ കൃപ എന്ന് കൊടുത്തു. നിങ്ങൾക്കത് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ കൊടുക്കാം. പിന്നെ എൻ്റെ സ്ഥലം ഞാൻ കൊച്ചിയാണ് കൊടുത്തത്. ഞാനൊരു ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട്. പിന്നെ എൻ്റെ Gmail കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് കരിയർ ഒബ്ജക്റ്റീവാണ്. നമുക്കതും കൃത്യമായിട്ട് കൊടുക്കണം. അപ്പം ഞാൻ സത്യസന്ധവും നിഷ്പക്ഷവുമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ്. കഠിനാധ്വാനത്തിലൂടെ കൃത്യമായ അന്വേഷണങ്ങളിലൂടെ സമൂഹത്തിലെ പ്രധാന വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരാനും എൻ്റെ കമ്മ്യൂണിക്കേഷൻ കഴിവുകൾ ഉപയോഗിച്ച് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കായി പ്രവർത്തിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ മലയാളത്തിൽ തന്നെയാണ് എഴുതിയേക്കുന്നത്. അടുത്തത് വർക്ക് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞാൻ ആദ്യം, അതായത് എനിക്കൊരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യം വർക്ക് ചെയ്തൊരു കമ്പനിയുണ്ട് XYZ. അവിടെ ഞാനൊരു 1.5 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അത് എഴുതിയിട്ടുണ്ട്. അവിടെ എൻ്റെ ജോലി എന്ന് പറയുന്നത് സബ് എഡിറ്റർ ആയിരുന്നു. അപ്പോൾ അതും എഴുതി. അത് ഏത് കാലയളവിലാണെന്നുള്ളതും കൃത്യമായിട്ട് എഴുതണം. അവിടെ അവിടെ എന്തൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നതെന്നുള്ളതുണ്ട്. അതായത് ഞാൻ വാർത്തകൾ എഴുതുമായിരുന്നു, വീഡിയോസൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതും ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്ത വർഷം ഞാൻ വേറൊരു കമ്പനിയിൽ ജോലി ചെയ്തു. അപ്പോൾ ആ കമ്പനിയുടെ പേര് PKS ആണ്. അപ്പോൾ അത് ഞാൻ എഴുതിയിട്ടുണ്ട്. അവിടെ 1.5 വർഷം തന്നെയാണ് ഇതേ പണികൾ തന്നെയാണ് ചെയ്തിരുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. ഏത് വർഷമാണെന്നുള്ളതും എഴുതിയിട്ടുണ്ട്. ഇപ്പം ഞാൻ FBTS എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ന്യൂസ് റീഡറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വിദ്യാഭ്യാസ യോഗ്യതയാണ്. അതായത് നമ്മൾ കൃത്യമായിട്ട് റെസ്യൂമേൽ അത് വെക്കണം. അപ്പം ഞാൻ ഡിഗ്രി ചെയ്തത് BA ഇംഗ്ലീഷാണ്, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അപ്പം ഞാൻ അത് എഴുതിയിട്ടുണ്ട്. പിന്നെ MA ജേർണലിസം ഞാൻ ചെയ്തിട്ടുണ്ട്, അത് MG യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്, അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഡിപ്ലോമ ചെയ്തത് തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ അതും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഞാനിവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏത് വർഷമാണെന്നുള്ളതും കൂടി എഴുതാം. ഞാനത് കൊടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് എഴുതാം. പിന്നെ നമ്മുടെ സ്കിൽസ് ഒക്കെ കൊടുക്കാം. അതായത് ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, ടൈം മാനേജ്മെൻറ്റ്, ആക്റ്റീവ് ലിസണിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്താണോ നിങ്ങളുടെ സ്കില്ല് അത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ജേർണലിസം ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട സ്കില്ലുകളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് നമ്മുടെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ അതും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബെസ്റ്റ് ന്യൂസ് പ്രൊഡ്യൂസർ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു 2022-ൽ, അത് എഴുതിയിട്ടുണ്ട്. ന്യൂസ് റൈറ്റർ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു 2024-ൽ, അതും ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത്, ഇത്ര നമ്മുടെ ഡീറ്റെയിൽസ് ആണ്. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു മികച്ച കരിയർ സമ്മറിയും എനിക്ക് അനുയോജ്യമായ പ്രൊഫഷണൽ ഫോർമാറ്റും ഉൾപ്പെടുത്തിയ ഒരു റെസ്യൂമേ തയ്യാറാക്കുക എന്നാണ്. എൻ്റെ പ്രവൃത്തി പരിചയം വ്യക്തമാക്കി എനിക്ക് കിട്ടണം. അപ്പോൾ അതിനായിട്ട് ബുള്ളറ്റ് പോയിൻറ്റ്സ് വേണമെന്ന് ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ റെസ്യൂമേ എളുപ്പത്തിൽ വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണമെന്നും ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പ്രോംപ്റ്റ് കൊടുത്തേക്കുന്ന മലയാളം ആയതുകൊണ്ട് തന്നെ, പക്ഷേ എനിക്ക് വേണ്ടത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ അതും ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്കതൊരു ഇമേജ് രൂപത്തിൽ തന്നെ വേണം, അല്ലാതെ ഇങ്ങനെ ടെക്സ്റ്റ് പോലെ അല്ല. അപ്പം ഞാൻ അതും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ താഴെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ ഫോട്ടോ വെക്കണമെങ്കിൽ, ചിലർ വെക്കില്ല, ചിലർ വെക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ വെക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ ഫോട്ടോ കൂടെ നൽകുന്നുണ്ട്, അതും വെക്കണം എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മുടെ പ്രോംപ്റ്റ് സെറ്റായി. ഈ ഒരു നല്ല പ്രോംപ്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ഒരു പ്രൊഫഷണൽ ഫോട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കോപ്പി ചെയ്യുന്നു, ഒരു ഫ്രഷ് ChatGPT എടുക്കുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു.
എന്നിട്ട് പ്രോംപ്റ്റ് കോപ്പി ചെയ്യുന്നു. ഇവിടെ വെക്കുന്നു. അപ്പം ഞാൻ നോക്കൂ, ഇത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ എൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ പ്രോംപ്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ്ട് നിങ്ങൾക്ക് കാണാം. ഞാൻ ആ അടിച്ചു വെച്ച പ്രോംപ്റ്റ് കൃത്യമായിട്ട് തന്നെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എല്ലാം കറക്റ്റ് തന്നെയാണ്. നിങ്ങളൊന്നുകൂടെ റീചെക്ക് ചെയ്യുക. എന്നിട്ട് ഞാനത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്തപ്പോൾ എൻ്റെ റെസ്യൂമെ ഇമേജ് രൂപത്തിൽ തന്നെ അവർ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. കണ്ടോ? ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഒരു അടിപൊളി റെസ്യൂമെ തന്നെയാണ് ഒരു ഇമേജ് രൂപത്തിൽ തന്നിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വരും. കാരണം നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തത് മലയാളത്തിലാണ്. അപ്പോൾ എൻ്റെ പേര് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ നമ്മുടെ പേര് കൃത്യമായിട്ടൊക്കെ കൊടുത്തിട്ട് ഒന്നും കൂടെ ക്രിയേറ്റ് ചെയ്ത് തരാനൊക്കെ പറയാം. അതുപോലെ നമ്മളുള്ള കാര്യം മാത്രമേ കൊടുക്കാവൂ. അതായത് നമ്മുടെ സ്കില്ലും നമ്മുടെ വർക്ക് എക്സ്പീരിയൻസും ഒക്കെ നമുക്കുള്ളത് മാത്രമേ കൊടുക്കാവൂ. എക്സ്ട്രാ ഒന്നും കൊടുക്കരുത്. നമ്മൾ ചിലപ്പോൾ ഒരു പ്രോംപ്റ്റ് അടിച്ചിട്ട് അത് കൊടുക്കുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുടെയൊക്കെ ഒരു റെസ്യൂമെ ആയിരിക്കും AI ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. ചിലപ്പോൾ അത് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ പോകുന്ന മേഖലയിൽ ചിലപ്പം അതൊന്നും ആവശ്യമായിട്ട് വരത്തില്ല. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ റെസ്യൂമെ എങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ആഡ് ചെയ്തിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അടുത്ത പ്രോംപ്റ്റായിട്ട് വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ അവർ മാക്സിമം അടിപൊളിയാക്കി തന്നെ തരും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെസ്യൂമെ തയ്യാറാക്കാൻ പറ്റും. കഫേയിലൊന്നും പോകണ്ട, അല്ലെങ്കിൽ പൈസ കൊടുത്ത് ആപ്പൊന്നും ഇൻസ്റ്റാൾ ചെയ്യണ്ട. അപ്പോൾ എല്ലാവരും ഈ മാർഗ്ഗം ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.